നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ രഘുവേട്ടൻ്റെ കടയിലാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ആ കട. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമായ വറുത്ത മീൻ കറി അത് കഴിക്കാനും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇന്നിങ്ങോട്ട് വന്നത്. അപ്പം അത് കഴിക്കാനും അത് നിങ്ങളിലേക്ക് കാണിച്ചു തരാനും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, അങ്ങോട്ട് തന്നെ പോവാം. നമ്മളിന്ന് ഇപ്പം എന്താ വറുത്ത മീൻകറി, മീൻ വറുത്തത് കറിയാക്കി വെക്കുക വെക്കണം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി പച്ചമുളക്, ഇഞ്ചി മാത്രം ചതച്ചത്, സവാള. എത്ര മീൻ വറുത്തതിനായിരിക്കും കറി? ഇന്നിപ്പോൾ നമ്മൾ കുറച്ചുള്ളൂ, കാരണം ഈ നോയമ്പ് കാരണം ഒത്തിരി ആളുകൾ കുറവുണ്ട്. നമുക്ക് എല്ലാ മീനും പറ്റില്ല അല്ലേ? എല്ലാ മീനും അതിന് ശരിയാവില്ല. നല്ല പീസിന് മാംസം ഉള്ള മീൻ, മുള്ളു കുറവുള്ള മീൻ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇത് വെക്കാൻ പറ്റുന്ന ഏത് മീനാണ്? കരിമീൻ. കരിമീൻ ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ സ്ഥിരം കരിമീനാണോ അതോ? അല്ല, ഇവിടെ കരിമീൻ വയ്ക്കൽ കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ വറ്റ എന്ന് പറഞ്ഞ മീനുണ്ട്. നിങ്ങളുടെയൊക്കെ അവിടെ അതിൻ്റെ പേര് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ വറ്റ, അതുപോലെ ഏരി, ആ മീനൊക്കെ ഉപയോഗിക്കാം. പിന്നെ കേര. ഇവിടെ സ്പെഷ്യലായിട്ട് ചേട്ടൻ പണ്ടേ തുടങ്ങിയതാണ്? അല്ലല്ല, ഇത് തുടങ്ങിയിട്ട് ഒരു വർഷമാവുന്നുള്ളൂ. മീൻ വറുത്തത് ഈ വറുത്ത കറി എങ്ങനെ കണ്ടുപിടിച്ച് വറുത്ത മീൻ കൊണ്ട് കറി വെക്കാമെന്ന്? സാധാരണ വറുത്ത മീൻ ഇല്ലെങ്കിൽ മീൻ കറി എനിക്ക് പെട്ടെന്ന് തോന്നിയതാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെഫിന്റെ നിർവ്വാണം ഉണ്ടല്ലോ, ആ മോഡലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഷെഫിന്റെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. അപ്പോൾ കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. നിർവ്വാണയുടെ മാത്രം പറ്റില്ല കേട്ടത്. നിർവ്വാണ വേറെ ലെവല്. ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കൂടുതൽ ഇതാ ഇവിടെ പോകുന്നുണ്ടല്ലേ? കൂടുതൽ മീനിൽ ഇത് പോകുന്നുണ്ട്. ഇത് ചോദിച്ച ആൾക്കാർ പറയാറുണ്ട്, ചോദിച്ചറിയാറുണ്ട്. നമ്മൾ കറി പോലെ വെച്ചിട്ട് മീൻ വറുത്തതിനകത്ത് തേങ്ങാപ്പാലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ മൊത്തം തേങ്ങാപ്പാലുകളാണ്. തേങ്ങാപ്പാൽ ഞാൻ നന്നായിട്ട് കറികളിൽ ചേർക്കും. മാങ്ങക്കറി, അതുപോലെ മീൻ കറി, ഈ കറി. വേറെ ഒന്നുമില്ല, വേറെ വീട്ടിലും കറി ഇതിൻ്റെ ആവശ്യം വരില്ലല്ലോ. ഇത് ശരിക്കും ബ്രൗൺ കളറായി വരണം. നമ്മൾ പൊടിയൊക്കെ അതിനകത്ത് മുളക് പൊടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. മഞ്ഞപ്പൊടി, ഇത് മല്ലിപ്പൊടി. മീൻകറി അല്ലേ ഇപ്പം മുളക് പൊടി അതിനകത്ത് ഇടാറില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അതിന് വേറെ നമ്മൾ കുരുമുളക് പൊടി ഇടും. പിന്നെ പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടില്ല. നമ്മളത് തനിപ്പാലാണത്, പാലാണത്, തേങ്ങാപ്പാൽ തന്നെയാണ്. അത് മൂത്തിക്ക് വരും കേട്ടോ പതുക്കെ. വളരെ കുറച്ച് പുളിവെള്ളം, തിളപ്പിച്ച വെള്ളം. ഇപ്പോൾ നമ്മൾ പാകത്തിനുള്ള പിന്നെ അളവ് അങ്ങനെയാണ്. പാകത്തിനുള്ള കൂടുതലായി വരണുണ്ടോ? കുറുകി വന്നിട്ട് നമ്മൾ മീനിലേക്ക് ശരിക്കും ടൈറ്റ് ആവും. ഇട്ടിട്ട് വേവാൻ നിൽക്കണം. എന്ത് മീൻ നമ്മൾ വറുത്ത് തന്നല്ലോ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു ഒന്ന് തണുത്ത് കഴിയുമ്പോൾ
ഈ മസാല അതിൻ്റെ ആ ഗ്രേവിയൊക്കെ മീനിൽ അതിലൊന്ന് പിടിക്കണം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ആ കരിവേപ്പില ഇടുന്നത്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വറുത്ത മീൻ റെഡി. സാധാരണ വീടുകളിൽ ഇത് വെക്കുമ്പം എങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൻ്റെ ചേരുവകളൊക്കെ? വീടുകളിൽ വെക്കുമ്പോൾ നമ്മൾ മീനൊക്കെ കുറച്ചാണല്ലോ മേടിക്കാറ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള. വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു നാളേരൊക്കെ മതിയാവും. 1-2 നാളേരം. അതിൻ്റെ തനിപ്പാലെടുത്താൽ മതി. നല്ല കട്ടിയുള്ള പാലെടുക്കാം. ഒരു കുടപ്പടി ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ലാസ്റ്റ് അത് ഗ്രേവി ടൈറ്റായി കഴിയുമ്പോൾ മുളക് പൊടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കളറും മാറും. ഈ കളറിന് പ്രത്യേകതയുണ്ട്. മുളക് പൊടി ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കളർ വ്യത്യാസം വരും. കാണാനൊരു ഭംഗിയുണ്ട്. ഈ മീൻ വറുക്കുന്നത് വറുക്കുന്നതിൽ നമ്മൾ സാധാരണ വറുക്കുന്നത് പോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും വേണ്ട. മാംസമുള്ള മീൻ തന്നെ വേണം. മാംസമുള്ള മീൻ വേണം, അല്ലെങ്കിൽ മുള്ളിൻ്റെ പ്രശ്നം ഉണ്ടാവും. വറുക്കുന്നതിൽ അത്ര മതി. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കറിയായിട്ട് എടുക്കാം. വറുത്ത മീൻകറി ഉണ്ടാക്കി തന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ടാ ഞാൻ. കറിയൊക്കെ നല്ല കുറുക്ക പിടിച്ചിട്ടുണ്ടല്ലേ, മീനിൽ മസാല പിടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. പ്രത്യേകിച്ച് ആ തേങ്ങാപ്പാൽ, അത് കറിക്കകത്തൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. മസാല എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടാണല്ലേ. വീട്ടിൽ ഇത്ര വലിയ പീസുകളുണ്ടോ? ചെറിയ പീസാകുക. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള, അതൊക്കെ വഴറ്റി നേരത്തെ കാണിച്ചെന്ന പോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ മല്ലിപ്പൊടി കുറച്ച്, വീട്ടിലൊക്കെ വളരെ കുറച്ച് 1-2 സ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി കുറച്ചിടാം. പാകത്തിന് കുറച്ച് പുളി, അതായത് കുടപ്പുളി. ആ കുടപ്പുളി, അതിൻ്റെ ഗ്രേവി, ആ വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. പിന്നെ തേങ്ങാപ്പാൽ കുറുകി വരുമ്പോൾ മീനയിലേക്ക് ഇടാം. കറി റെഡി. ഒരു കുരുമുളക് പൊടി. ബസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അതുപോലെ ചാലക്കുടിയിലേക്ക് പോകുന്ന എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഈ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കയറണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ 2 സ്പെഷ്യൽ ഐറ്റമാണ് മാങ്ങാ കറിയും ഈ മീൻ വറുത്തതിൻ്റെ കറിയും. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യുക. ഇനിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.